എന്തടാ ഇത് ഗുണ്ടായിസാ മനസ്സിലാവുന്നില്ല. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഞോറ ചേച്ചി മാസ്കൊക്കെ ഇട്ടിട്ട് നമ്മളെ ഹൗസിൽ മൊത്തം ചേച്ചി മാസ് ഇങ്ങനെ ഇട്ട് നടക്കുകയാണ്. നല്ലതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏഷ്യാനെറ്റിൻ്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഒരു പ്രോമോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രോമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ഗസ്റ്റ് വന്നിട്ട് അവരവർക്ക് അവരുടെ ഡ്യൂട്ടികൾ വളരെ വൃത്തിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഞോറ ചേച്ചിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ റസ്മിൻ ചേച്ചിയും ജാസ്മിൻ ചേച്ചിയും കൂടി സംസാരിച്ചിരിക്കുന്ന വേളയിൽ റസ്മിൻ ചേച്ചിയോട് ചേച്ചിയുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞോറ ചേച്ചി പറയുകയാണ്. അങ്ങനെ നല്ലൊരു ഉത്തരവാദിത്വമുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഒരു അതിഥീനെ എങ്ങനെ പരിപാലിക്കണമെന്ന് മറ്റ് കണ്ടസ്റ്റൻസിനോട്, മറ്റ് ആ ടാസ്കിൽ അനുബന്ധിതമായിട്ടുള്ള സ്ഥാനങ്ങളിലുള്ള മത്സരാർത്ഥികളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഞോറ ചേച്ചിയെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തുതന്നെയായാലും ഞോറ ചേച്ചിക്ക് ജാസ്മിൻ ചേച്ചിയോട് വളരെയധികം സ്നേഹമുണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിലോട് കൂടിയിട്ട് മനസ്സിലായി എന്നാണ് ആ ഒരു പ്രോമോയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം ഞോറ ചേച്ചി അത്രയും കരുതലോട് കൂടിയിട്ടാണ് റസ്മിൻ ചേച്ചിയും അതേപോലെ തന്നെ ജാസ്മിൻ ചേച്ചിയും സംസാരിച്ചിരിക്കുമ്പോൾ റസ്മിൻ ചേച്ചിയോട് ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ജാസ്മിൻ ചേച്ചിയോട് ഭയങ്കര സ്നേഹമാണ് ഞോറ ചേച്ചിക്ക്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല ഗെയിമുകൾ എല്ലാവരും കളിക്കട്ടെ. പേഴ്സണലായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് പലരെയും വിമർശിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ വ്യക്തി വൈരാഗ്യം കാത്തു സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കണ്ടസ്റ്റൻസിനോടും കൂടിയിട്ടാണ്. ഒരു കണ്ടസ്റ്റൻറ്റും വ്യക്തി വൈരാഗ്യം വെച്ച് സൂക്ഷിക്കരുത്. അതൊക്കെ ജിൻഡോ ചേട്ടൻ വ്യക്തി വൈരാഗ്യം ഒന്നും സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. നന്ദി.